കേരളം ഇനി വി.ഡി. സതീശൻ നയിക്കും. തീരുമാനം ഹൈക്കമാൻഡ് ഡൽഹിയിൽ പ്രഖ്യാപിച്ചു. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം വന്ന് 11ാം ദിവസമാണ് മുഖ്യമന്ത്രി പ്രതിസന്ധിക്ക് പരിഹാരമുണ്ടായത്. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് അവസാനമായി. മുഖ്യമന്ത്രിയായി ഡൽഹിയിൽ വി.ഡി. സതീശനെ പ്രഖ്യാപിച്ചു. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി, നിരീക്ഷകരായ അജയ് മാക്കൻ, മുകുൾ വാസ്നിക്, ജയറാം രമേശ് എന്നിവർ ചേർന്നാണ് തീരുമാനം പ്രഖ്യാപിച്ചത്. മുഖ്യമന്ത്രി പ്രഖ്യാപനം സംബന്ധിച്ച് ഡൽഹിയിൽ തിരക്കിട്ട കൂടിയാലോചനകളായിരുന്നു നടന്നത്. രാഹുൽ ഗാന്ധിയുടെ വസതിയിലും മല്ലികാർജ്ജുൻ ഖാർഗെയുടെയും വസതിയിലായിരുന്നു കൂടിക്കാഴ്ചകൾ. പ്രിയങ്കയും KC വേണുഗോപാലുമായിരുന്നു രാഹുലിന്റെ കൂടിക്കാഴ്ച. AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി, നിരീക്ഷകരുടെ ചുമതലയുള്ള അജയ് മാക്കൻ, മുകുൾ വാസ്നിക് എന്നിവരും ജയറാം രമേശുമായിരുന്നു ഖർഗെയുടെ കൂടിക്കാഴ്ച. ഇതിനുശേഷമായിരുന്നു മാധ്യമങ്ങളെ നേതാക്കൾ കണ്ടത്. ഇതിനിടെ രമേശ് ചെന്നിത്തലയെയും വി.ഡി. സതീശനെയും രാഹുൽ ഗാന്ധി ഫോണിൽ വിളിച്ച് സംസാരിച്ചു. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം വന്ന 11ാം നാളിലാണ് കോൺഗ്രസിലെ മുഖ്യമന്ത്രി പ്രതിസന്ധിക്ക് പരിഹാരമായത്. ഫലം വന്ന് ഉടൻ പ്രഖ്യാപനം ഉണ്ടാകുമെന്നായിരുന്നു മുതിർന്ന നേതാക്കൾ പറഞ്ഞത്. എന്നാൽ വോട്ടെടുപ്പ് കഴിഞ്ഞ് മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി തുടങ്ങിയ അടി തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന ശേഷവും തുടരുകയായിരുന്നു. മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി KC വേണുഗോപാലും വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും ഒരുപോലെ നിലയുറച്ചു. സംസ്ഥാന വ്യാപകമായും ഡൽഹിയിൽ വരെയും നേതാക്കൾക്ക് വേണ്ടി അണികൾ ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചു. മെയ് 9-ന് വി.ഡി. സതീശനെയും KC വേണുഗോപാലിനെയും രമേശ് ചെന്നിത്തലയെയും ഒപ്പം KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനെയും ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു. മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ദീപാദാസ് മുൻഷിയുമായി നേതാക്കൾ കൂടിക്കാഴ്ച നടത്തി. KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്ന നിലപാടായിരുന്നു ഹൈക്കമാൻഡ് കൈക്കൊണ്ടത്. എന്നാൽ സതീശനും രമേശ് ചെന്നിത്തലയും നിലപാട് കടുപ്പിച്ചതോടെ ഹൈക്കമാൻഡ് അയഞ്ഞു. അന്നും പ്രഖ്യാപനമുണ്ടായില്ല. ഒറ്റപ്പേരിലേക്ക് എത്താൻ വീണ്ടും ചർച്ചകൾ വേണ്ടിവന്നു. അഭിപ്രായം തേടുന്നതിനായി മുൻ KPCC അധ്യക്ഷന്മാരെ ഉൾപ്പെടെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു. തൊട്ടു പിന്നാലെ ഇതിൽ അതൃപ്തി അറിയിച്ച വി.ഡി. സതീശൻ പക്ഷം രംഗത്തെത്തി. വർക്കിംഗ് പ്രസിഡന്റുമാർ KC പക്ഷത്തെ പ്രബലരാണെന്നും അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുന്നത് അപഹാസ്യമാണെന്നുമായിരുന്നു വി.ഡി. പക്ഷം പറഞ്ഞത്. വിഷയത്തിൽ വി.ഡി. സതീശൻ ഹൈക്കമാൻഡിനെ പ്രതിഷേധവും അറിയിച്ചു. മുഖ്യമന്ത്രി ചർച്ച നീണ്ടതോടെ അതൃപ്തിയുമായി ഘടകകക്ഷികളും രംഗത്തെത്തി. ഏറ്റവും ഒടുവിൽ ബുധനാഴ്ച അന്തിമ തീരുമാനത്തിനായി രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ചർച്ചയ്ക്ക് ശേഷം രാഹുൽ മടങ്ങിയതിന് തൊട്ടു പിന്നാലെ ജയറാം രമേശ് ഖാർഗെയുടെ വീട്ടിലെത്തി. തുടർന്ന് പ്രഖ്യാപനം വ്യാഴാഴ്ച ഉണ്ടാകുമെന്ന് ജയറാം രമേശ് അറിയിച്ചു. വ്യാഴാഴ്ച രാവിലെ 11 മണിയോടെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നായിരുന്നു ആദ്യം പുറത്തുവന്ന വിവരം. എന്നാൽ രാഹുലിന്റെയും ഖാർഗെയുടെയും വസതിയിൽ നടന്ന യോഗത്തിന് ശേഷം പ്രഖ്യാപനം മാറ്റുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്.